ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്തമാണല്ലേ, ഇന്ന് അത്തം വ്ളോഗാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ ഇന്ന് പൂവിടേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീമോളും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൂവിടേണ്ട ദിവസം കൊണ്ട് തന്നെ ആൾ നേരത്തെ എഴുന്നേറ്റുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ വിളക്കൊക്കെ കത്തിച്ചതിൻ്റെ ശേഷം പിന്നെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ 10 ദിവസം ആണ് ഇനിയിപ്പോൾ നമ്മളെ ഓണം. അങ്ങനെ അടുക്കളയിൽ കയറിയതിന് ശേഷം ആദ്യം തന്നെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാനൊരു സ്പ്രേ ബോട്ടിൽ വേറെ ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്പ്രേ ബോട്ടിലാണ്. അപ്പോൾ ഇതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രേ ആയി കിട്ടും. ചില സ്പ്രേയർ ഒക്കെ വേഗം തന്നെ ചീത്തയായി പോകും കേട്ടോ. അങ്ങനെ കറി ഞാൻ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആദ്യം കുടിക്കുന്ന വെള്ളം വെച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്ത് വേഗം തന്നെ പൂ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ജോലിക്കൊക്കെ പോകാനുണ്ടല്ലോ. അങ്ങനെ കുറച്ച് പൂവാണ് ഇന്ന് വാങ്ങിയത്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ചെടി ഇലകളൊക്കെ ഇടണം എന്ന് വിചാരിച്ചേ, പക്ഷേ ഇന്ന് പോകാനുള്ള ദിവസമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ നമുക്ക് അരിയാനും പിടിക്കാനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോൾ തന്നെ ശ്രീമോൾ മേലൊക്കെ കഴുകി വന്നാണ് കേട്ടോ. ആൾ തലയൊന്നും കുളിച്ചിട്ടില്ല, ജലദോഷമൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ ശ്രീമോൾ പറഞ്ഞു ഞാൻ ഇട്ടോളാം പൂവെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തന്നെ വന്ന് അപ്പോൾ വെള്ളമൊക്കെ അവിടെ ഇറക്കി വെച്ച് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അരിയൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിയതിൻ്റെ ശേഷം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, പഴം പുഴുങ്ങിയതാണ്. പിന്നെ സ്വീറ്റ് കോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രീമോൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാനേ ഉള്ളൂ. പിന്നെ കറി ഞാൻ മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തലേദിവസം, അതുകൊണ്ട് പിന്നെ കറീൻ്റെ പരിപാടിയില്ല. അങ്ങനെ പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറ് അപ്പോഴേക്ക് ഒക്കെ തിളച്ച് വന്നതിൻ്റെ ശേഷം റൈസ് തിളച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയമാകുമ്പോൾ തന്നെ വേഗം തന്നെ ചോറായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ സ്വീറ്റ് കോൺ ഇന്നലെ അച്ഛൻ ടൗണിൽ പോയി വരുമ്പോൾ 2 കൊണ്ടുവന്നിരുന്നിട്ട്. അപ്പോൾ ശ്രീമോൾക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാണ്. അങ്ങനെ ഞാൻ അത് വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കാറ്. അപ്പോഴേക്കും ശ്രീമോൾ പൂവിടാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ആളിങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടോളാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗമേ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ നേരത്തെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോഴേക്കും എൻ്റെ ചിയാ സീഡ് വാട്ടർ പിന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ പഴമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര തിരക്കായിരിക്കും പോകാനുള്ള ദിവസമാകുമ്പോൾ. അപ്പോൾ ശ്രീമോൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാനൊന്നും പറ്റാഞ്ഞത്. അപ്പോഴേക്കും ശ്രീമോൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഞാനിതാ കുറച്ച് പൊട്ടറ്റോ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീമോളെ പൂക്കളം റെഡി ആയിട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ആളിട്ടത്, സിമ്പിളായിട്ടുള്ളൊരു പൂക്കളാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തലേ ദിവസം തന്നെ മീൻ തലേ ദിവസം തന്നെ മുറിച്ച് വെച്ചിട്ട് മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും വേഗം തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ പഴത്തിൻ്റെ കൂടെ മുട്ടയും കൂടി ഇട്ടിട്ടാണ് പുഴുങ്ങിയത് കേട്ടോ. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ടാണ് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ അത്തായതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ലൊരു ദിവസമല്ലേ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പോവാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്പലത്തിലൊന്നും പോകാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉള്ള ചന്ദനമൊക്കെ തൊട്ട് അടിപൊളിയായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു മഴയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇടാനും പറ്റാതെയായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.